ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേരള സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വേക്കൻസിയാണ് LDV ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ. അത് 2025 വരാനിരുന്നത്. ഇപ്പോൾ നമ്മുടെ പുതുവത്സരത്തിൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. നമ്മുടെ കേരളത്തിലുടനീളം വേക്കൻസീസ് ഉണ്ടാവും. ഇതിൽ എല്ലാ ജില്ലയിലും വേക്കൻസീസ് ഉണ്ടാവും. കാരണം ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കണ്ണൂരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോഴിക്കോടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ ജില്ലയിലും എടുത്തു നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓരോ ജില്ലയിലും ഒരു 50 വേക്കൻസി എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പോസ്റ്റിൽ വരുന്നതാണ്. സോ ഡ്രൈവിംഗ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് മറ്റ് യോഗ്യതയോ കാര്യമൊന്നും അവർ ചോദിക്കുന്നില്ല. നിങ്ങൾ SSLC പാസ്സാണ്, അതേപോലെ നിങ്ങൾക്കൊരു 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പണ്ടത്തെ പോലെ ബാഡ്ജ് കാര്യങ്ങളൊന്നും ഈ ഒരു ഡ്രൈവർ പോസ്റ്റിന് ആവശ്യമുള്ളതല്ല. അതുമാത്രമല്ല 39 വയസ്സ് വരെ, സംവരണമില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്, 39 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് മറ്റ് ക്വാളിഫിക്കേഷൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് നിങ്ങൾക്ക് SSLC പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ പിന്നെ പലർക്കും വരുന്ന ഒരു സംശയമാണ്, ഡ്രൈവർ ഈ പോസ്റ്റ് ആയതുകൊണ്ട് കന്നഡ ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പലർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഉത്തരവും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അവസാനം വരെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രൈവർ പോസ്റ്റിനെ പറ്റി അറിയാത്ത കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരറിയാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഈ വർഷത്തെ 2025 നമ്മുടെ കേരള PSC പബ്ലിഷ് ചെയ്ത LDV ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. വേരിയസ് നോട്ടിഫിക്കേഷൻ, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഹയറിംഗ് ആണ് ഇതിലൂടെ നടക്കുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള റെഗുലർ വീഡിയോസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഡ്രൈവർ വേക്കൻസിനെ പറ്റിയൊക്കെ നിങ്ങളിപ്പോൾ പെട്ടെന്ന് അറിയണമെങ്കിൽ, ഇതുപോലുള്ള വേക്കൻസികളെ പറ്റിയൊക്കെ നിങ്ങൾ പെട്ടെന്ന് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. സോ ഇതുപോലുള്ള കൂടുതൽ വേക്കൻസീസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. സോ ഒരു കാര്യം ഇതിൽ പ്രത്യേകം പറയേണ്ടത്, ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റ് കരാർ നിയമനമോ കാര്യങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ NCA നോട്ടിഫിക്കേഷൻ ഒന്നുമല്ല, ഫ്രഷ് നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ വരുന്നത് 621/2024 വരുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് വേരിയസ് എന്ന് പറയുന്നത്. പക്ഷേ NCCയിലോ ടൂറിസം, എക്സൈസ്, പോലീസ്, SWD, ട്രാൻസ്പോർട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉൾപ്പെടില്ല. കാരണം ഈ പോലീസ് ഫോഴ്സുകളിലേക്കൊക്കെയുള്ള ഡ്രൈവർ റിക്രൂട്ട്മെന്റ് സെപ്പറേറ്റ് ആണ്. പോസ്റ്റിന്റെ പേര് വരുന്നത് ഡ്രൈവർ ഗ്രേഡ് 2 LDV എന്നാണ്. അതായത് ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ ആണ്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, ഒരു ഓഫീസ് അറ്റൻഡന്റ് ജോലി കൂടി നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടി വരും. സാലറി സ്കെയിൽ നമുക്കിതിൽ കാണാം. അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ വരുന്നുണ്ട്. 25,100 to 57,900 സ്റ്റാർട്ടിംഗ് സാലറി പാക്കേജ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും വേക്കൻസി വരും. അത് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കേരള LDC നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് വേക്കൻസീസ് അവർ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറയുള്ളൂ. കാരണം വേക്കൻസീസ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കംപ്ലീറ്റ് എണ്ണി കഴിയില്ല. കാരണം ഈ ഒരു 3 വർഷത്തിനുള്ളിൽ എത്ര വേക്കൻസി വരും, എത്ര റിട്ടയർമെൻറ്റ് വരും, അതൊക്കെ കണക്ക് കൂട്ടി ആ 3 വർഷത്തിനുള്ളിൽ, അതായത് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ ഒരു ഡേറ്റ് തൊട്ട് 3 വർഷത്തിനുള്ളിൽ എത്ര വേക്കൻസി മാക്സിമം ആണ് പറയുന്നത്, ആ എത്ര വേക്കൻസി വരുമോ അത് കംപ്ലീറ്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം ലഭിക്കുന്നത്. സോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജില്ല നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്താൽ വൺസ് ജോലി ലഭിച്ചാൽ മിനിമം ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ ആ ഒരു ജില്ലയിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്.
മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാം 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. SC ST അതേപോലെ OBC നമ്മുടെ കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ക്ഷമിക്കണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് SSLC പാസ്സാണ്. ഇതിന് 7ാം ക്ലാസ് പാസ് മാത്രം മതി കേട്ടോ. 7ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്കൊരു 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അത് 3 വർഷം സ്റ്റാൻഡ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ്. 3 വർഷം എന്ന് വെച്ചാൽ നമ്മൾ ലൈസൻസ് എടുത്ത് 3 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതല്ലാതെ മറ്റു ബാഡ്ജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ജോലി ലഭിക്കാൻ ആവശ്യമുള്ളതല്ല. പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള നല്ല ഡ്രൈവിംഗ് പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് വൺസ് നിങ്ങൾക്ക് ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ കേരള PSCയുടെ ഒരു റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. ആ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആയതാൽ നിങ്ങൾക്ക് അതിനുശേഷം വരുന്നത് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇടുക, അതായത് അതിന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഒന്നല്ലെങ്കിൽ ജീപ്പ് കിട്ടും, അല്ലെങ്കിൽ ബൊലേറോ കിട്ടും. അതുപോലുള്ള നമ്മുടെ 4-വീലർ വാഹനം നിങ്ങൾക്ക് തരും. കേരള PSCയുടെ മെമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ RTO മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ മുന്നിലൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ സാധാ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ള പോലെ തന്നെ കഴിഞ്ഞ് ഒരു റൂട്ട് ടെസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും സക്സസ്ഫുൾ ആയി പാസ്സായ കാൻഡിഡേറ്റ്സിന് പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഡയറക്റ്റ് ഇവർ PSC നടത്തുന്നതല്ല, ഇതുവരെ PSC നടത്തിയതല്ല, നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. സോ അവിടെയാണ് പലർക്കും കണ്ണടയുടെ ഒരു കാര്യം സംശയമായി വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. ബാഡ്ജിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ല, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ദ ഡ്രൈവേഴ്സ് ബാഡ്ജ് ഹാസ് ബീൻ എക്സംപ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഫ്രം 12/10/2018. അതിനുശേഷം ഈ ഒരു നിയമം ബാധകമല്ല, അതായത് ബാഡ്ജ് വേണ്ട. മെഡിക്കൽ ഫിറ്റ്നസ് ഇയർ അവർ പറഞ്ഞു നല്ല കേൾവിശക്തി ഉണ്ടാവണം. കാഴ്ചശക്തിക്കുള്ള ഫിറ്റ്നസ് ആണ് അവർ പറയുന്നത്. നല്ല കാഴ്ചശക്തി വേണം, കാരണം ഡ്രൈവിംഗ് ജോലി ആയതുകൊണ്ട് നല്ല കാഴ്ചശക്തി വേണം. ഡിസ്റ്റൻറ്റ് വിഷൻ വേണം, നിയർ വിഷൻ വേണം, അതൊക്കെ നിർബന്ധമാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് പാടില്ല, അത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ ഇതിന് എലിജിബിൾ ആയിരിക്കില്ല. അതേപോലെ മസിൽസ് ആൻഡ് ജോയിൻറ്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം, നെർവസ് സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കണം, അതൊക്കെ നിങ്ങൾ അവിടെ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പലർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോയിൽ സൂചിപ്പിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് ഞാൻ കണ്ണട യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് പലർക്കും സംശയമുണ്ടാവും. സോ ഇതിൽ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനു മുന്നേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ കമ്പയർ ചെയ്താൽ കാണാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ, ഫോഴ്സുകളിലേക്കൊക്കെ വരുന്ന കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അവിടെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്പെസിഫിക്കലി അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതായത് കണ്ണട കൂടാതെയുള്ള മികച്ച കാഴ്ചശക്തി വേണമെന്ന് അവർ എടുത്ത് പറയും. ബട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നില്ല, അതായത് കണ്ണട കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചശക്തി വേണമെന്നൊന്നും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. വേറെ എക്സൈസ്, പോലീസ്, ഫയർഫോഴ്സ് പോലുള്ള നോട്ടിഫിക്കേഷനുകളിലൊക്കെ അവരത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കണ്ണടയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആ ഒരു പോർഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവർ ഇങ്ങനെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്, ഈസ് ദർ എനി ഡിഫക്റ്റ് ഓഫ് വിഷൻ, കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അതിനിപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജർ ചെയ്യുന്ന ടൈമിൽ ഡോക്ടർ അവിടെ ഡിഫക്റ്റ് ഇൻ വിഷൻ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇഫ് സോ ഹാസ് ഇറ്റ് ബീൻ കറക്റ്റഡ് ബൈ സ്യൂട്ടബിൾ സ്പെക്ടക്കിൾസ് സോ ദാറ്റ് ദ ഡിസ്റ്റൻറ്റ് വിഷൻ ഈസ് 6/6 സ്നെല്ലൻ ആൻഡ് നിയർ വിഷൻ ഈസ് 0.5 സ്നെല്ലൻ. അതായത് ഈ വ്യക്തിക്ക് കാഴ്ചശക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യമാണ്, അതായത് കണ്ണട വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെക്സ് വെച്ചാൽ ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻറ്റ് വിഷൻ, ദൂര കാഴ്ചയും അതേപോലെ അടുത്ത കാഴ്ചയും കറക്റ്റ് പെർഫെക്റ്റ് കണ്ണട വെച്ചാൽ കിട്ടുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് പോകുന്ന ടൈമിൽ ഡോക്ടറെ അടുത്ത് അതുകൂടി സ്പെസിഫൈ ചെയ്യും. ഇവിടെ അദ്ദേഹം ഇസ് ദർ എനി ഡിഫക്റ്റ് ഓഫ് വിഷൻ, ഡോക്ടർ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പറയാം. അതായത് കണ്ണട വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാഴ്ചശക്തി കിട്ടും എന്നൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഡോക്ടറെ കൊണ്ട് മെൻഷൻ ചെയ്യിപ്പിക്കാം. സോ അങ്ങനെയാണെങ്കിൽ പൊതുവെ ഈ ഒരു നമ്മുടെ കേരള PSC അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്, ഇത് ഇവിടെ ഇപ്പോൾ ഇതേപോലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കാൻഡിഡേറ്റ്സ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് വാങ്ങുക.
സോ ഇത്രയും കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. 29/1/2025 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപേക്ഷിക്കേണ്ടത് നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് kerala.psc.gov.in എന്നാണ്. സോ കോമൺ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു കേരള PSCയുടെ യൂസർ ID പാസ്വേഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുവരെ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ കയറുക. kerala.psc.gov.in എന്നാണ് വെബ്സൈറ്റ് വരുന്നത്. അവിടെ പോയാൽ ഈ ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക, അതിനുശേഷം സൈൻ അപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരവിടെ ചോദിക്കുന്നതായിരിക്കും. സോ അതൊക്കെ ഫില്ല് ചെയ്ത് പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു യൂസർ ID പാസ്വേഡ് കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ കൊടുത്ത് ഡയറക്റ്റ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി കാറ്റഗറി നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, 621/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ കയറി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരള സർക്കാരിന് കീഴിലാണ് ഇത്രയും വേക്കൻസീസ് നമ്മുടെ ജില്ലയിൽ, അതായത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഇത്രയും വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്നവരായിരിക്കും അധികം ഉണ്ടാവുക. മറ്റ് പോസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല മറ്റ് ബാഡ്ജോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലസ് 7ാം ക്ലാസ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.